Hello my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. What major blessings are coming into your life? എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്? വളരെ യൂണീക്ക് ആയിട്ടുള്ള, നിങ്ങളൊട്ടും ചിന്തിക്കാത്ത എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. സോ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് 3 ഗ്രൂപ്പ്സ് കാണാം, പക്ഷേ വളരെ വ്യത്യസ്തമായിട്ടുള്ള 3 ആളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അല്ലെ. ദീസ് ആർ മൈ ലിറ്റിൽ ടോയ്സ് ബട്ട് ദേ ഹാവ് ദെയർ ഓൺ സൂപ്പർ പവർ. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് ഏത് ടോയിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സോ യു വിൽ ഹാവ് ദ സ്പെഷ്യൽ മെസ്സേജ് ഫ്രം ദാറ്റ്. ഓൾറൈറ്റ്, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഗ്രൂപ്പ് നമ്പർ 1. ഗ്രൂപ്പ് നമ്പർ 1 സെലക്ട് ചെയ്തിട്ടുള്ള ആളുകള് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട്, നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ ടൈം മാനേജ് ചെയ്യാൻ സാധിക്കും. ഡിസിപ്ലിൻ ആണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. കുറച്ച് സമയമായിട്ട് നിങ്ങൾക്ക് അതൊന്നും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. മെയിൻലി നിങ്ങളൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രാക്കിലേക്ക് വരുന്ന ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. ടൈം അവിടെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ ചാർജിൽ വരുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ഒത്തന്റിക് പവറിൽ വരുന്നത് പോലെ. ആൻഡ് അവിടെ നിങ്ങൾക്ക് സംസാരം കുറവാണ്, നിങ്ങൾ ആക്ഷൻ ആണ് കൂടുതൽ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു, വളരെ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, കണക്ട് ചെയ്തൊരു ഫീലിംഗ്സ് നിങ്ങൾക്ക് ഉണ്ടാവും, വളരെ സ്റ്റബേൺ ആയിട്ടുള്ള. അതൊക്കെ നിങ്ങൾ അറിയാതെ തന്നെ ഒരുപാട് അട്രാക്ഷൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ അതുപോലെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത്, നിങ്ങളുടെ സംസാരങ്ങൾ കുറയുന്ന സമയത്ത്, നിങ്ങളുടെ ആക്ഷൻ എഫക്റ്റീവ് ആയിട്ട് സംഭവിക്കുന്ന സമയത്ത്. സോ ചില ആളുകൾ നിങ്ങൾ കുറച്ച് കാലത്തിനൊക്കെ ശേഷമായിരിക്കാം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരിക്കാം, നടക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബെഡ് റെസ്റ്റിലൊക്കെ ഉള്ള ആളുകളായിരിക്കാം. നിങ്ങളുടെ സിറ്റുവേഷനോ ഓർ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് കണ്ടീഷനൊക്കെ വെച്ച് നിങ്ങൾ കുറച്ച് സമയമായിട്ട് നിങ്ങൾ അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങി വരാത്ത, അല്ലെങ്കിൽ പല കാര്യത്തിലും ആക്റ്റീവ് ആയിട്ടൊന്നും നിൽക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സൂൺ ഒരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാം നിങ്ങൾക്ക് വളരെ ആക്റ്റീവ് ആയിട്ടൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാര്യങ്ങൾ പ്രാക്ടിക്കലി എടുക്കുന്നുണ്ട്, നിങ്ങളുടെ ശരീരം നിങ്ങൾ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. ഓക്കെ, സോ ഫിറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഓർ ബിൽഡ് ചെയ്യാൻ, ബോഡി മാത്രം എന്നുള്ളതല്ല, നിങ്ങളുടെ ഇമോഷണൽ മസിൽസ് ഒക്കെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു വീക്ക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലല്ല നിങ്ങൾ പോവുക. ഇമോഷണലി ഇപ്പൊ എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ടെംപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അത്ര ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മെന്റാലിറ്റി, മൈൻഡ് പവർ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ബുക്കുകൾ വായിക്കുന്നത് നല്ലതായിരിക്കാം, ഓർ നിങ്ങൾക്ക് വിഷ്വൽസ് കാണുന്നത് നല്ലതായിരിക്കാം. നിങ്ങൾ ഇൻസ്പയർ ചെയ്യുന്ന മൂവീസ് കാണുക, അല്ലെങ്കിൽ അതുപോലത്തെ വീഡിയോസ് കാണുന്നതോ ബുക്കുകളൊക്കെ വായിക്കുന്നതോ നിങ്ങൾക്ക് ഒരുപാട് ഇൻസ്പയറിംഗ് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങൾ അത് സ്വയം മോട്ടിവേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഒരുപാട് ഡിസിപ്ലിൻ കൊണ്ടുവരാനൊക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. സോ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു എടുത്തു പറയേണ്ട ഒരു ബ്ലെസ്സിംഗ് എന്ന് പറയുന്നതും അതാണ്. നിങ്ങൾ കൂടുതൽ ഡിസിപ്ലിൻ ആവുന്നുണ്ട്, കൺസിസ്റ്റന്റ് ആവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ഗ്രൂപ്പ് നമ്പർ 1, വാട്ട് മേജർ ബ്ലെസ്സിങ്സ് ആർ കമ്മിങ് ഫോർ യു? ദ വെയിറ്റിംഗ് ഗെയിം. ഓൾറൈറ്റ്, സോ നിങ്ങൾ എന്തൊരു കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ ഡിസിപ്ലിൻ ആവുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എയിം ഉണ്ടായിരിക്കാം, ലക്ഷ്യം, അത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെ. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, അതിന് വേണ്ടിയിട്ടുള്ള ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം. ഓക്കെ, ഫൈനാൻഷ്യലി നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില മാറ്റങ്ങളായിരിക്കാം, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നിങ്ങളുടെ ബ്ലെസ്സിംഗ് ആണ് ഗ്രൂപ്പ് നമ്പർ 1. ഓക്കെ, നിങ്ങൾ എന്തോ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള, അത് ഫോർ എ ലോങ് ടൈം. ഓക്കെ, നിങ്ങൾക്കറിയാം നിങ്ങളത് എന്തിനു വേണ്ടിയിട്ടാണ് അത്ര ഡെഡിക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്, അല്ലെ. ജോബ്, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ്, മണി, എസ്പെഷ്യലി നിങ്ങൾ ക്യാഷിൽ ഫോക്കസ്ഡ് ആവുന്നുണ്ട്. ആൻഡ് ഫോക്കസ്ഡ് ആവാൻ മാത്രം എന്നുള്ളതല്ല, ഓർ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ എയിം ചെയ്യുന്നത്, അത് പ്രോപ്പർ ആയിട്ട്, അല്ലെങ്കിൽ അത് എക്സാക്ട്ലി അതുപോലെ, അല്ലെങ്കിൽ അതിനേക്കാളും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ ലൈഫിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു എയിം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡിസയർ എന്ന് പറയുന്നത് ഇത്ര, കാരണം എസ്പെഷ്യലി നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ ഇത്ര ഡിറ്റർമൈൻഡോട് കൂടിയിട്ടാണ് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതൊന്ന് നല്ലൊരു ഗ്രോത്ത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് മെയിൻലി നിങ്ങളുടെ ഒരു വലിയൊരു ചേഞ്ച്, അല്ലെങ്കിൽ നിങ്ങൾ വളരെ മെച്ചൂർഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ചില കാര്യത്തിന് അത് സംഭവിക്കാൻ ഒരു ടൈം കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കത് റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾ ഇംമെച്യൂർഡ് ആയിട്ട് നിങ്ങൾ അവിടെ പെരുമാറുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ തിരക്ക് കാണിക്കുന്നില്ല. നിങ്ങൾക്കറിയാം ചില കാര്യങ്ങൾ സംഭവിക്കും, അതിന് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക്
പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ റൈറ്റ് ആയിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യാനും നിങ്ങൾ പല കാര്യങ്ങളും വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങള്, നിങ്ങൾ ചൂസ് ചെയ്യുന്ന കാര്യങ്ങള്, ഐ ക്യാൻ സീ ദാറ്റ് ഗ്രൂപ്പ് നമ്പർ 1 ചില ആളുകൾ നിങ്ങൾ എന്തോ ഒരു മാസ്റ്റർ പ്ലാൻ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ. ഇന്ന കാര്യങ്ങള് ഇന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ വേണം, അതിലേക്ക് എത്താനുള്ള വഴികളായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് ഒരു പ്ലാൻ ഒക്കെ വരയ്ക്കുന്നത് പോലെ. ചില ആളുകൾ നിങ്ങളുടെ ഒരു വീടിന്റെ പ്ലാനോ ഓർ എന്തെങ്കിലും നിങ്ങളുടെ ആഗ്രഹത്തിന്റെ ഒരു പ്ലാനോ ഒരു മാസ്റ്റർ പ്ലാനോ ഒക്കെ നിങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. ഓർ നിങ്ങൾക്ക് എന്തൊക്കെയോ അതുപോലത്തെ ഒരു പ്ലാൻ ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾക്ക് അത് ഒരു കോമ്പിനേഷൻ പോലെയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, നിങ്ങളുടെ വേറെ അതുപോലത്തെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില ഡിസയർസ് അല്ലെ. സോ നിങ്ങൾ ചില കാര്യങ്ങൾ ചെറിയ കാര്യത്തിൽ പോയി സെറ്റിൽ ചെയ്യുന്നില്ല. ഓക്കെ, അതിനുള്ള ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ അതിനുള്ള ചില മാറ്റങ്ങൾ നിങ്ങളായിട്ട് എടുക്കുന്നുണ്ട്. അതും അഗെയിൻ അത് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് വരുന്നത്. നിങ്ങൾ എന്താണോ ഇതുപോലെ മാസ്റ്റർ പ്ലാൻ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണോ ഇതുപോലെ ഡെഡിക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അത് റിച്ച് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. നിങ്ങൾ എന്താണോ കണക്ട് ചെയ്യുന്നത് അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ചില ആളുകൾ നിങ്ങളുടെ ഹയർ സ്റ്റഡീസ്, നിങ്ങളുടെ സ്റ്റഡീസ് അക്കാഡമിക്കലായിട്ട് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. സോ ഒരു ഗ്യാപ്പിനൊക്കെ ശേഷം വീണ്ടും പഠിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റഡിയിലേക്ക് വളരെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങളുടെ ഫെയിലിയേഴ്സിൽ നിന്ന് നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തോന്നുകയാണ് ഏതെങ്കിലും സബ്ജക്ട് പോയി ഓർ നിങ്ങൾക്ക് നിങ്ങളുടെ പഠിത്തത്തിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല, ഓർ നിങ്ങൾ എന്തൊരു കാര്യത്തിന് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. എസ്പെഷ്യലി നിങ്ങൾ ചില കാര്യങ്ങൾ ഇതുപോലെ ബിൽഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു പരാജയത്തിൽ നിന്നാണ്. എന്തൊരു കാര്യം നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ടായിരിക്കണം, റിജക്ട് ആയിട്ടുണ്ടായിരിക്കണം, നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആൻഡ് അതാണ് നിങ്ങൾക്കൊരു ഇതുപോലത്തെ ഒരു മാറ്റത്തിലേക്കുള്ള ഒരു ഇൻസ്പിറേഷൻ തരുന്നത്. ഓക്കെ, സോ ആ ഒരു ഫെയിലിയർ അല്ലെങ്കിൽ ആ ഒരു റിജക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് അത് ഈവൻ ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ ആയിരിക്കാം, അവിടെ നിന്ന് എന്തെങ്കിലും റിജക്ഷനോ എന്തെങ്കിലും ഫെയിലിയറോ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഏതൊക്കെയോ രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ചില സിറ്റുവേഷനിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ചില ഇമോഷൻസ് നിങ്ങൾ വലിയൊരു ശ്രദ്ധ കൊടുക്കാത്തൊരു സിറ്റുവേഷൻസ് കൂടെ കാണുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഹാബിറ്റ് ബ്രേക്ക് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി ലൈക്ക് ചില ഇമോഷണൽ അൺഅവൈലബിലിറ്റി നിങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്നുണ്ട്. സോ ഇത്ര കാലമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ ബോദർ ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഒരേ പ്രോസസ്സിൽ പോയിട്ടുണ്ടാവുക, പക്ഷെ നിങ്ങൾക്ക് അവിടെ നിന്നൊന്നും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ഈവൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോദർ ചെയ്യുന്നില്ല. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ ലീസ്റ്റ് ബോദർ ചെയ്യുന്നുണ്ട്. ചില സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഇൻറ്റ്യൂഷൻ നമുക്ക് ശരിയായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത സമയത്ത് അഗെയിൻ ഒരു വേസ്റ്റ് ഓഫ് ടൈം പോലെയാണ് അല്ലെ, നമ്മൾ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്നത് പോലെ തന്നെയാണ് അത്. സോ നിങ്ങൾ എന്തൊരു കാര്യം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആയിരിക്കാം, നിങ്ങളുടെ തോട്ട്സ് ആയിരിക്കാം, നിങ്ങളുടെ ചില ഡിസയർ ആയിരിക്കാം, നിങ്ങൾ അതിന് വേണ്ട അത്ര ഒരു അറ്റൻഷൻ അതിലേക്ക് കൊടുക്കുന്നില്ല. ഓക്കെ, മോർ ലൈക്ക് നിങ്ങൾ അറ്റൻഷൻ കൊടുക്കുന്നില്ല, പക്ഷെ നിങ്ങൾ ചില കാര്യത്തിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈവൻ നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും ടൈം ഉണ്ടാവുന്നില്ല. സോ ചില കാര്യങ്ങൾ അത്ര സ്ട്രോങ് ആയിട്ട് ഡിസിപ്ലിനോട് കൂടിയിട്ട് നിങ്ങൾ ചില കാര്യത്തിലേക്ക് എൻഗേജ്ഡ് ആയിട്ട് വരുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങള്, നിങ്ങളുടെ സെൽഫായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള്, നിങ്ങളുടെ നോളേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള്, കാരണം നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസയർ വന്നിട്ടുണ്ട്. സോ അതിലേക്ക് വർക്ക് ചെയ്യുക, അത് നിങ്ങൾ കൊടുക്കാതെ വർക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ആവശ്യമായിട്ട് മാറുന്നുണ്ടായിരിക്കാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ യെസ് അതിലേക്ക് വരിക. കാരണം അക്കാഡമിക്കലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഹയർ പൊസിഷനിൽ എത്തുക, നിങ്ങളുടെ ആ ഒരു പഠനപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെ ഹൈ പൊസിഷനിലേക്കൊക്കെ എത്തിക്കാനും ഡിസിപ്ലിൻ ആക്കാനും സഹായിക്കുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ചില പ്രൊഫഷൻ നിങ്ങൾ ഒരുപാട് ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ ഇൻസ്പയർഡ് ആവുന്ന കാര്യങ്ങളും അങ്ങനെയാണ്, വളരെ ഡിസിപ്ലിനോട് കൂടിയിട്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങൾ സ്വയം ഫോഴ്സ് ചെയ്തിട്ട് ഓരോ കാര്യത്തിലേക്ക് വരല്ല. ഈ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കുക, അതിൽ നിൽക്കുക, അതിൽ വർക്ക് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് നിങ്ങൾ വളരെ എൻജോയ് ചെയ്തിട്ട് അല്ലെങ്കിൽ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നത്
നമുക്കറിയാം എപ്പോഴും നമ്മള് ഡ്രെയിൻഡ് ആയിട്ട് പോകുന്നത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്ത സമയത്തും കൂടെ നമുക്ക് ഡ്രെയിൻഡ് ആയിട്ട് പോവാം അല്ലെ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മാത്രം എന്നുള്ളതല്ല, ഒരുപാട് കാര്യത്തിലേക്ക് നോക്കുന്ന സമയത്ത്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മാത്രമല്ല നമ്മൾ എനർജറ്റിക്കലി ഡ്രെയിൻഡ് ആയിട്ട് പോവാം. നമുക്ക് അത്ര തീവ്രമായിട്ടുള്ള ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഉള്ള സമയത്ത് നമ്മൾ അതിൽ ഒന്നും ഒരു ആക്ഷനോ എടുക്കാതെ വരുന്ന സമയത്തും നമുക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, നമ്മൾ ഒരുപാട് ഡ്രെയിൻഡ് ആയിട്ട് നമുക്ക് തോന്നും അല്ലെ. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ ഒരു പോയിന്റ്, നിങ്ങൾ ഇത്ര കാലമായിട്ട് നിങ്ങളുടെ ഒരു കംപ്ലീറ്റ് എഫേർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചെറിയൊരു പെർസെന്റേജ് പോലും നിങ്ങൾ ശ്രമിച്ചു നോക്കാത്ത കാര്യങ്ങൾ, എഫേർട്സ് എടുക്കാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് അതിലേക്ക് വരുന്നുണ്ട്. What major blessings are coming for you? Group number 1. അഗൈൻ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ പ്ലസന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കുന്ന പാർട്ട്ണർ ഓർ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു ഫാമിലി തരുന്ന ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹോം ഫീലിങ്സ് തരുന്ന ഒരു റിലേഷൻഷിപ്പ്, ഓൾറെഡി നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ എക്സ്പെക്ട് ചെയ്യാം. സോ നിങ്ങളുടെ എഫേർട്സ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കൂടെ നിൽക്കുന്ന പാർട്ട്ണർ. അഗൈൻ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ സംസാരം അവിടെ കുറയാണ്, അവിടെ കൂടുതൽ ആക്ഷൻ ആണ് സംഭവിക്കുന്നത്. സോ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ കുറെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല അല്ലെ. റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആക്ഷനാണ് നമുക്കത് കണക്ട് ചെയ്യാൻ സാധിക്കും, ആക്ഷനിൽ കൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. റൈറ്റ്. സോ നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതുപോലത്തെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ ഒരുപാട് പറയേണ്ട കാര്യമില്ല, പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ട കാര്യമില്ല. ആ ഒരു റൈറ്റ് പേഴ്സൺ നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്, പ്രസൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് നമ്മുടെ ലൈഫ് പാർട്ട്ണറുടെ അടുത്ത് നിന്ന് നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ട് ഉണ്ടാവുക എന്നുള്ളത്. റൈറ്റ്. സോ നിങ്ങൾക്ക് അതുപോലത്തെ ചില കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് വാട്ട് ഐ എം ഹിയറിംഗ് ഈസ് നിങ്ങൾ അത്ര ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ടായിരിക്കാം. മേ ബി അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഓർ നിങ്ങളുടെ ലൈഫിൽ അത്ര ഒരു കണക്ഷൻ തോന്നിയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഫാമിലിയിലുള്ളതോ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ ലൈഫിൽ അത്ര വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലെ. സോ അവരുടെ ഒരു പ്രസൻസ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കില്ല, പക്ഷെ അവരുടെ മെമ്മറീസ് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം. സോ ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് നിൽക്കുന്നത് അവരുടെ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു പ്രസൻസ് നിങ്ങളെ ലീഡ് ചെയ്യുന്നുണ്ട് മുന്നോട്ട്. അവരൊരു വെളിച്ചമായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കൊരു വെളിച്ചമായിട്ട് മുന്നോട്ട് കിട്ടുന്നുണ്ട്. ചില ആളുകൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിലും ചില ആളുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കണം, പക്ഷെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും വളരെ പ്ലസന്റ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ വളരെ ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഇതുപോലത്തെ ചില എക്സ്പീരിയൻസ് നിങ്ങളെ ലീഡ് ചെയ്യുന്നുണ്ട് മുന്നോട്ട്. ഓക്കെ, സോ അത് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ആയിരിക്കാം, ഓർ നിങ്ങളുടെ ലൈഫിൽ അത്ര നിങ്ങളെ സ്നേഹിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതുമായിട്ടുള്ള ചില റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആളുകളായിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോൾ ഒരുമിച്ചിട്ടായിരിക്കില്ല നിൽക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടെലിപ്പത്തിക് ബോണ്ട്, ഒരു ഗൈഡൻസ്, ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റ് പാർട്ട്ണറിന്റെ അടുത്തുനിന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങളുടെ പാസ്റ്റിലെ ചില കാര്യങ്ങൾ പാസ്റ്റിൽ വിടുന്നുണ്ട്. ഓക്കെ, ബൈ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ലൈക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സെപ്പറേഷൻ അതിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങൾ കംപ്ലീറ്റ്ലി അത് മറന്നു പോവാന്നുള്ളതല്ല. നിങ്ങൾ അത് വളരെ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പ്ലസന്റ് ആയിട്ടുള്ള ഒരു യാത്ര പറച്ചില് അവിടെ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങള് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അഗൈൻ അത് നിങ്ങളൊരു കൺഫർമേഷൻ ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങളുടെ പാസ്റ്റിലെ ചില എക്സ്പീരിയൻസ് ഹെൽത്തി ആയിട്ട് ബൈ പറയുന്നുണ്ട്, അതിന്ന് പുറത്തേക്ക് അതിന്ന് ദൂരെ നടന്നു വരുന്നുണ്ട്, പുതിയ കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾ വില്ലിങ് ആവുന്നുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഓരോ ടൈമിൽ നമുക്ക് ഓരോരോ മാറ്റങ്ങൾ വരണം, പക്ഷെ ചില ആളുകൾ അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കും അല്ലെ. വേറൊരു ചാപ്റ്ററിലേക്ക് വരണം എന്നുണ്ടെങ്കിലും അവർ ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് കൊണ്ട് ടൈം ഒരുപാട് പോവും, അവർക്ക് ടൈം മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഗ്രൂപ്പ് നമ്പർ 1, ദിസ് ഇസ് സോ ആക്യുറേറ്റിംഗ്. ഗ്രൂപ്പ് നമ്പർ 1, ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ ടൈം വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്.
അല്ലെ? സോ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിൽ ഒരുപാട് സ്റ്റക്ക് ആയിട്ട് ഇത്ര കാലമായിട്ട് നിങ്ങളുടെ ടൈം അതുപോലെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങൾ വേസ്റ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്ന് മൂവ് ചെയ്യാണ്. ഓക്കെ, നിങ്ങളുടെ ടൈം ഏറ്റവും വൈസ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോവാണ്. അതാണ് നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ്, പാസ്റ്റിലെ ചില ട്രോമാസ് ആയിരിക്കാം. നിങ്ങളത് വൈസ് ആയിട്ട് നിങ്ങൾ ഏതൊക്കെയോ രീതിയിൽ, ഓക്കെ, സോ ഓരോരുത്തരും കണക്ട് ചെയ്യുന്നതും ഹീൽ ചെയ്യുന്നതും റിലീസ് ചെയ്യുന്നതും പല പല രീതിയിലായിരിക്കാം. അത് നല്ല രീതിയിൽ നിങ്ങൾ അതിന് പുറത്തേക്ക് വരുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് അത് നിങ്ങളുടെ ലൈഫിന് കംപ്ലീറ്റ്ലി എറേസ് ചെയ്ത് പോവാന്നുള്ളതല്ല. സോ ഇറ്റ്സ് ലൈക്ക് എറേസ് ചെയ്ത് പോവാ, അത് എന്നേക്കുമായിട്ട് മറന്നു പോകും. നമുക്ക് ഉണ്ടായിട്ടുള്ള അത്ര ഒരു ട്രോമ, വിഷമങ്ങൾ നമ്മൾ മറന്നു പോകുന്നുള്ളതല്ല. സോ ചില കാര്യങ്ങൾ ആ ഒരു ഓർമ്മ ഉണ്ടാവും നമുക്ക്, പക്ഷെ നമ്മൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കില്ല. ചില ഓർമ്മകൾ അത്ര പെയിൻഫുൾ ആയിട്ടുള്ള ചില ഓർമ്മകൾ നമുക്ക് പിന്നീട് നമുക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് നല്ലൊരു പാസ്റ്റ് ആയിട്ടും എടുക്കാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെ? സോ നിങ്ങൾ അതിനോട് ചെയ്യുന്നത് ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു വിടപറച്ചിലാണ്, അല്ലെ? പുതിയ ലൈഫ് എക്സ്പീരിയൻസിലേക്ക് നിങ്ങൾ വരികയാണ്, പുതിയ ചാപ്റ്ററിലേക്ക്, നിങ്ങളുടെ ലൈഫിന്റെ പുതിയ ചാപ്റ്ററിലേക്ക് നിങ്ങൾ വരികയാണ്. അതാണ് നിങ്ങൾ നിങ്ങളുടെ ടൈം വളരെ എഫിഷ്യന്റ് ആയിട്ട് നിങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, ദിസ് റീഡിംഗ് ഇസ് സോ ഇൻസ്പയറിംഗ്. ഓക്കെ, സോ ചില ആളുകളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഫിസിക്കലി ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ടെലിപ്പത്തിക് ബോണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒരു ഫിസിക്കൽ ബോണ്ട്. ചില ആളുകൾ നമ്മുടെ കൂടെ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിലും അവരുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും, റൈറ്റ്? So let's take few more message for group number 1. What major blessings are coming for you? നിങ്ങളുടെ ആ ഒരു ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ഒക്കെ നിങ്ങൾ കഴിഞ്ഞു. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ കുറെ കാലമായിട്ട് കേട്ടിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരിക, അല്ലെങ്കിൽ പുതിയ ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരിക, ധൈര്യമായിട്ട് സിറ്റുവേഷൻ ഡീൽ ചെയ്യുക. ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ കൂടുതൽ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുക. ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതായിരിക്കാം. പുതിയ ആക്ഷനിലേക്ക് വരിക, ആക്ഷൻ എടുക്കുക, മാറുക, സമയം, ടൈം ടു ടേക്ക് ആക്ഷൻ എടുക്കുക, മാറുക. ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ ഇത്ര കാലമായിട്ട് കേട്ടുകൊണ്ടിരുന്നത്. പക്ഷെ അതിലേക്കൊന്നും നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഇനി മുതൽ നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതൊക്കെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നല്ല കറേജ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ വളരെ മെച്ചൂർഡ് ആയിട്ട് കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. പുതിയ പ്ലേസിലേക്ക് വരുന്നതായിരിക്കാം ചില ആളുകൾ. നിങ്ങൾ ചില ആളുകളെയൊക്കെ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളും ചില ആളുകളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. അഗൈൻ നിങ്ങൾ ചില ആളുകളെ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ലൈക്ക് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നത് പോലെ, ഓക്കെ, അല്ലെങ്കിൽ ഗുഡ് അഡ്വൈസ് ഒക്കെ ഒരാൾക്ക് കൊടുക്കുന്നത് പോലെ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജോബിന്റെ ഭാഗമായിട്ടായിരിക്കാം. നിങ്ങൾ ടീച്ചേഴ്സ്, കൗൺസിലേഴ്സ്, ഓർ മെന്റലി ഇമോഷണലി ഒക്കെ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട്സ് കൊടുക്കുന്ന ആളുകളായിരിക്കാം, സോഷ്യൽ വർക്ക് ഒക്കെ ചെയ്യുന്ന ആളുകളായിരിക്കാം, ഓർ നിങ്ങൾ എന്തെങ്കിലും അഡ്വൈസർ ആയിട്ട് ജോലി ചെയ്യാൻ പോകുന്നതായിരിക്കാം. ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ളതോ, ലീഗൽ റിലേറ്റഡ് ആയിട്ടുള്ളതോ, ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ളതോ, ഏതൊക്കെയോ രീതിയിൽ നിങ്ങൾ മറ്റുള്ള ആളുകളെ സഹായിക്കേണ്ടതായിട്ടുണ്ട്, അഡ്വൈസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ വീടോ വാഹനങ്ങളോ ഒക്കെ വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. വിഷ് ഫുൾഫിൽമെന്റ്, അത് അതിനായിരിക്കും നിങ്ങൾ ഇത്ര ഡെഡിക്കേറ്റ് ആയിട്ട് ചില കാര്യങ്ങളിലേക്ക് വരുന്നത്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ വിചാരിക്കും ചില കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, നിങ്ങൾ എക്സാക്ട്ലി പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇത്ര സമയം അതിനെടുക്കുന്നുണ്ടാവും എന്നുള്ളത്. നിങ്ങൾ അത് അങ്ങനെയായിരിക്കും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു വീട് വെക്കാൻ പ്ലാൻ ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഫണ്ട്, കാര്യങ്ങളെല്ലാം കൂടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് മേ ബി ലൈക്ക് 1-2 വർഷം എടുക്കുന്ന ഒരു പ്രോസസ് ആയിരിക്കാം. പക്ഷെ ഗ്രൂപ്പ് നമ്പർ 1, ഐ ഹാവ് ടു ടെൽ ദിസ്, എന്ത് സംഭവിക്കാന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നത്, നിങ്ങൾ പ്രോപ്പർ ആയിട്ടായിരിക്കും നിങ്ങൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. ബട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തതിനേക്കാൾ പെട്ടെന്ന് ചില കാര്യങ്ങൾ നിങ്ങൾക്കത് ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി എന്തെങ്കിലുമൊക്കെ പുതിയ പ്ലേസിലേക്ക് വരിക, പുതിയ വീട്ടിലേക്ക് വരിക, ഓർ പുതിയ വീട്ടിലേക്ക് വരിക ഇൻ ദ സെൻസ് ലൈക്ക് നിങ്ങൾ പുതിയ വീട് വാങ്ങിക്കുന്നതായിരിക്കാം. ഓക്കെ, ഓർ വാഹനങ്ങൾ, ഓക്കെ, പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ പ്ലാൻ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഗെറ്റ് റെഡി. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വെക്കേഷന് പോകണം, വെക്കേഷന് പോയേ പറ്റുള്ളൂ. ഓക്കെ, സോ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്ലേസിൽ, എസ്പെഷ്യലി ലൈക്ക് അധികം ആളുകളൊന്നും സഞ്ചരിക്കാത്തൊരു പ്ലേസിലൊക്കെ നിങ്ങൾ പോകണം, സമാധാനമായിട്ടിരിക്കണം. കാരണം നിങ്ങൾ കുറച്ച് സമയത്തേക്ക് നിങ്ങൾ വലിയൊരു കോൺവെർസേഷൻ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ ലെസ് കോൺവെർസേഷൻ, മോർ അണ്ടർസ്റ്റാൻഡിങ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം, റൈറ്റ്? സോ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണൽ ഫ്രീഡം നിങ്ങൾ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് കുറച്ചുകൂടെ ഹോണസ്റ്റ് ആവുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് മാത്രം എന്നുള്ളതല്ല, നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുടെ അടുത്തും ഹോണസ്റ്റ് ആയിട്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ട്, ഹോണസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ളതോ വളരെ കാം ആയിട്ടുള്ള പ്ലേസിലോ, ഇറ്റ്സ് ലൈക്ക് മോർ ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ ഒരു സെൽഫ് ഗ്രോത്തിന് വേണ്ടി, സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൽ, അല്ലെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇതിൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ദിസ് വൺ. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസിന്റെ അടുത്ത് വിട വാങ്ങുന്നുണ്ട്.
ഓക്കെ, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ അവരുടെ അടുത്ത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു യാത്ര പറഞ്ഞിട്ട് നിങ്ങൾ ലൈഫിന്റെ പുതിയൊരു ചാപ്റ്ററിലേക്ക് വരുന്നുണ്ട്. സോ നിങ്ങള് ഒരുപാട് വിഷമിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മറക്കാനോ ക്ഷമിക്കാനോ പറ്റില്ല. നിങ്ങൾ ഒരുപാട് ഹോണ്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ്, അത് ചില ആളുകൾക്ക് നിങ്ങളുടെ മിസ്റ്റേക്സ് ആയിരിക്കാം, നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളായിരിക്കാം. എന്താണോ നിങ്ങൾ അതിൻ്റെ അടുത്ത് ബായ് പറയുന്നുണ്ട്. നിങ്ങൾ പുതിയ ചാപ്റ്ററിലേക്ക് വരാൻ, നിങ്ങളുടെ ലൈഫിന്റെ ഒരു പുതിയ ഫേസിലേക്ക് വരാണ്, പുതിയ എക്സ്പീരിയൻസിലേക്ക് വരാൻ നിങ്ങൾ വില്ലിങ് ആവാണ്. ഓക്കെ, ഒരുപാട് മനസ്സിലാക്കൽ അവിടെ ഉണ്ടാവുന്നുണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നുണ്ട്, റൈറ്റ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ആക്ഷനിൽ കൂടെ നിങ്ങളുടെ ഒരാൾ പറയുന്നതല്ല ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നുള്ളതല്ല. നിങ്ങൾക്ക് എവിടെയൊക്കെ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ആളുകൾ കണക്ട് ചെയ്യുന്നോ അവിടെയൊക്കെ അവരുടെ ഒരു സ്നേഹം, അവരുടെ ഒരു കൺസിഡറേഷൻ, അവർ നിങ്ങൾ എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവരുടെ ആക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സോ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള റീഡിംഗ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 now. Hey, group number 2, what major blessings are coming for you? Before that, group number 2, tell me this. ഈ ഒരു കാര്യം സത്യമാണോ എന്നുള്ളത് നിങ്ങൾ പറയൂ. ഓക്കെ, നിങ്ങൾക്ക് ഈ സമയം അല്ലെങ്കിൽ കുറച്ച് സമയമായിട്ട് നിങ്ങൾ എന്തോ ഒരു സ്പെഷ്യൽ ബീയിങ് ആണ്, നിങ്ങൾക്ക് എന്തൊക്കെ ഒരു സ്പെഷ്യൽ കഴിവുണ്ട്, ഓർ നിങ്ങൾ ഒരുപാട് കണക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നു, ആൻഡ് ഒരുപാട് ഡിവൈൻ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നു, ഒരുപാട് സൈക്കിക്, നിങ്ങൾ മേ ബി വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ ഒരുപാട് സൈക്കിക് ആണ്, ഓർ നിങ്ങൾക്ക് അങ്ങനത്തെ സൈക്കിക് എക്സ്പീരിയൻസ് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്, സൈക്കിക് സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യാലിറ്റി ഓർ നിങ്ങൾ ഒരുപാട് പ്രൊട്ടക്റ്റഡ് ആണെന്ന് തോന്നിപ്പിക്കുന്ന ചില ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അല്ലെ, ചില കാര്യങ്ങൾ അങ്ങനെ സൈക്കിക്കലി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. നിങ്ങൾ വളരെ ഒരു നേച്ചർ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾക്ക് സിറ്റുവേഷൻസ് സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ ഓൾറെഡി സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ചില ആളുകളെ നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില പ്ലേസിൽ പോകുന്ന സമയത്ത്, സിറ്റുവേഷൻസ് കാണുന്ന സമയത്ത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്നതും പല പ്ലേസിൽ നിന്ന് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആവുന്നതും നാച്ചുറലി ഇവൻ നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാതെ, നിങ്ങൾ പോലും കണ്ടുപിടിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ റിവീൽഡ് ആവാ. ആളുകളുടെ ഇന്റൻഷൻ ആയിരിക്കാം, ആളുകളായിരിക്കാം. സോ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ആളുകളെ മീറ്റ് ചെയ്യുക, നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകൾ. സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു വണ്ടർലാൻഡിൽ പോയതുപോലെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. സോ അതാണ് നിങ്ങളുടെ ഒരു വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മുന്നോട്ട് വരുന്ന സമയത്ത് ഇറ്റ്സ് ലൈക്ക് യു ആർ ഇൻ വണ്ടർലാൻഡ്. സോ അവിടെ നിങ്ങൾക്ക് വളരെ പുതുമുള്ള എക്സ്പീരിയൻസും വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസും കണക്ഷൻസും ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങളുടെ അതേ വൈബ് കണക്ട് ചെയ്യുന്ന ആളുകള്, ഓർ നിങ്ങളെ വളരെ സ്പെഷ്യൽ ആയിട്ട്, നിങ്ങളൊരു ഏഞ്ചൽ ആയിട്ട്, നിങ്ങളൊരു വളരെ റെയർ ആയിട്ട് കാണുന്ന ആളുകളെ നിങ്ങളുടെ ലൈഫിൽ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് കണക്ഷൻ, സോൾ കണക്ഷൻ, ട്വിൻ കണക്ഷൻ എന്നൊക്കെ പറയുന്നത് പോലെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള അതുപോലത്തെ എക്സ്പീരിയൻസ് ആളുകളുടെ അടുത്ത് നിന്നൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് ചില കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, സോ ചില കാര്യത്തിലേക്ക് നിങ്ങൾ നാച്ചുറലി ലീഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു സമയം മുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ചില കാര്യങ്ങള് നിങ്ങളുടെ കൺട്രോളിലല്ലാതെ പോകുന്നത് പോലെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ചിലതിന്റെ ഫ്ലോയിൽ നിങ്ങൾ പോവാന്നുള്ളതാണ്. ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കണം, കാരണം പുതിയ എൻട്രീസ് വരാനുണ്ട്. ഓക്കെ, പുതിയ എൻട്രീസ് സ്റ്റേജിൽ കയറാനുണ്ട്. സോ നിങ്ങളുടെ ഈ ഒരു ടൈമിൽ ആരൊക്കെയാണോ നിങ്ങളുടെ ആ ഒരു സ്റ്റേജിലുള്ളത് അവരൊക്കെ മാറി നിൽക്കേണ്ടതായിട്ടുണ്ടായിരിക്കണം. സോ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ അത് വളരെ പേഴ്സണലി എടുക്കുന്നില്ല. ഓക്കെ, സോ നിങ്ങൾക്കത് ചില ഓർമ്മകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് എറേസ് ചെയ്ത് കളയാൻ സാധിക്കുന്നുണ്ട്. കാരണം ഈവൻ നിങ്ങളുടെ ഒരുപാട് കാർമിക് സിറ്റുവേഷൻ ഒക്കെ ആണെന്ന് വിചാരിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നാച്ചുറലി നിങ്ങൾക്ക് എറേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ മുന്നേ തന്നെ. ഓക്കെ, സോ ചില കാര്യങ്ങൾ വന്നിട്ട് മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളതല്ല, നിങ്ങൾ ചില കാര്യത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്, ചില ആളുകളിലേക്ക് വരേണ്ടതായിട്ടുണ്ട്, ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ട് തന്നെ അതിന് മുൻപ് തന്നെ ചില മാറ്റങ്ങളെ, ചില സിറ്റുവേഷനൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ബ്രെയിനിലേ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു കാര്യം, നിങ്ങളുടെ തോട്ട്സിലേ ഉണ്ടാവില്ല, നിങ്ങളുടെ മെമ്മറീസിലേ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവില്ല. സോ അതുപോലത്തെ ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഏഞ്ചൽ വിങ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, യു ആർ ലൈക്ക് എൻ ഏഞ്ചൽ, അല്ലെങ്കിൽ ഏഞ്ചൽ അല്ലെങ്കിൽ ഒരു ഡിവൈൻ സ്പെഷ്യൽ ചൈൽഡ് ആയിട്ടാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, special child of the mother universe, special child of the universe or the mother universe. Okay, so നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ സ്പിരിച്വൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ സ്പിരിച്വൽ ആയിട്ട്, റിലീജിയസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യത്തിലേക്ക് നിങ്ങൾ ഇൻവോൾവ് ആവുന്നുണ്ട്. ചാൻഡിങ് ആയിരിക്കാം, പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുക, ചില മന്ത്രാസ് ഒക്കെ പഠിക്കുക, ചില
ചില കാര്യങ്ങൾ ഇതുപോലെ റിലീജിയസ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, സോ നിങ്ങൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള, അത് ബേസ് ആയിട്ടുള്ള ചില കാര്യങ്ങളെ പറ്റിയിട്ട് കൂടുതലൊക്കെ റിസർച്ച് ചെയ്യാനും, ഈവൻ നിങ്ങൾ അതിനായിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനോടൊക്കെ ഒരു നാച്ചുറലി നിങ്ങൾക്ക് ചില താല്പര്യങ്ങളൊക്കെ തോന്നേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അതിലേക്കൊക്കെ നിങ്ങൾ നാച്ചുറലി വരും. ഗ്രൂപ്പ് നമ്പർ 2, what major blessings are coming for you? Group number 2, let's see. എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്? ഗ്രൂപ്പ് നമ്പർ 2, ഗ്രേറ്റ് പാർട്ട്ണർഷിപ്പ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഒരു പാർട്ട്ണർഷിപ്പ് മെയിൻ ആയിട്ട് എടുത്ത് കാണിക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ നിൽക്കുന്ന ഒരു ഫീലിങ്സ് ഉണ്ടാവും. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ഒരു ഡിവൈൻ ആയിട്ട്, ഒരു പവർ ആയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില ഗോഡ് ഫിഗർ ഒക്കെ നിങ്ങൾ കണക്ട് ചെയ്യാനൊരു സാധ്യതയുണ്ട് ഈ ഒരു മുന്നോട്ട് വരുന്ന സമയത്ത്. ഓക്കെ, സോ അവരുടെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്ലെസ്സിങ്സും സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ആ ഒരു പാർട്ട്ണർഷിപ്പ്, നിങ്ങൾ ആ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു പവർ ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതുപോലത്തെ സ്പിരിച്വൽ ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. എനിക്ക് നിങ്ങളുടെ വീട്ടിലേക്കൊക്കെ വരുന്ന സമയത്ത്, നിങ്ങളുടെ ഫാമിലിയിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവുന്ന സന്തോഷം, വീട്ടിലുണ്ടാവുന്ന മാറ്റങ്ങള്, വീടെന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആരെയൊക്കെയാണോ ഫാമിലി ആയിട്ട് കാണുന്നത് അവരിൽ ഉണ്ടാവുന്ന ചില മാറ്റങ്ങൾ. ഓക്കെ, സോ ഫാമിലിയിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഹസ്ബൻഡ്, വൈഫ്, കുട്ടികളൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഐക്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് വീട്ടില് ഇത്ര സന്തോഷം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു ഡേയ്സിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ, മനസ്സമാധാനം ഉണ്ടാവുക, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ബോണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. വീട് മാറുന്നുണ്ടായിരിക്കണം ചില ആളുകൾ, പല പല പ്ലേസിലൊക്കെ നിന്നിട്ടുള്ള ചില ആളുകൾ ഉണ്ടായിരിക്കാം അല്ലെ. സോ അമ്മ ഒരു സ്ഥലത്ത്, അച്ഛനൊരു സ്ഥലത്ത്, കുട്ടികളൊരു സ്ഥലത്തൊക്കെ ആയിട്ട് നിന്നിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഫാമിലിയിൽ മാത്രം നല്ലതല്ല. ഓക്കെ, അത് ഫാമിലിയിൽ മാത്രം എന്നുള്ളതല്ല, നിങ്ങളുടെ സോൾ ഫാമിലി എന്നുള്ള ചില ആളുകളുണ്ട് അല്ലെ, അവിടെ ഇവിടേക്ക് ആയിട്ട് നിന്നിട്ടുള്ള ആളുകളായിരിക്കാം. സോ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചില ആളുകളൊക്കെ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. റൈറ്റ്, നിങ്ങൾ സോൾ ഫാമിലി എന്നുള്ള നിങ്ങളുടെ സോൾ മേറ്റ്, ട്വിൻ ഫ്ലെയിം, അത് റൊമാൻറ്റിക് സിറ്റുവേഷൻ എന്ന് പറയുന്നില്ല, പക്ഷെ അത് അവരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഹീൽ ചെയ്യേണ്ടതും വർക്ക് ചെയ്യേണ്ടതുമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഒരു ജേണിയുടെ ഭാഗമായിട്ട് വരേണ്ട ചില ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. ഓക്കെ, സോ ചില ആളുകളിലൊക്കെ നിങ്ങളെ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹോം ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അവിടെ ഇവിടെ നിന്നിട്ടുള്ള സോൾസ് വീണ്ടും റീകണക്ട് ചെയ്യുന്നുണ്ട്. അവർ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളൊരു വളരെ സന്തോഷമായിട്ടുള്ള ഒരു ഫാമിലിയിൽ നിൽക്കുന്നത് പോലെയാണ്. നമ്മുടെ അച്ഛന്റെയും അമ്മന്റെയും നമ്മളുടെ പാർട്ട്ണറുടെയും കുട്ടികളുടെയൊക്കെ കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫീലിംഗ്സ് ആണ് നിങ്ങൾക്ക് ചില ആളുകളായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് വളരെ സെക്യൂർ ആയിട്ടും വളരെ ഓവർ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ചില സിറ്റുവേഷനിലേക്കൊക്കെ വരുന്ന സമയത്ത്. ഓക്കെ, സോ ചില ആളുകൾ ലൈഫിൽ എൻട്രി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കറേജ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ അതുവരെ തോന്നാത്ത പല കാര്യങ്ങളും ചെയ്യാനും നിങ്ങളുടെ ശരി തെറ്റ് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംഭവിക്കുന്നുണ്ട്. സോ ഒരു ഡിവൈൻ പ്രോസസ് ഡെഫിനറ്റ്ലി അവിടെ സംഭവിക്കുന്നുണ്ട്, ഇതുപോലത്തെ സ്പിരിച്വൽ ആയിട്ടുള്ള ചില ചേഞ്ചസ്. ഓക്കെ, ആൻഡ് നിങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് വെയിറ്റ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഓക്കെ, ചില കാര്യങ്ങളൊക്കെ ഒന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് ഫാസ്റ്റ് ആയിട്ട് സംഭവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, വെയിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് അതിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അത്ര ക്ഷമയോട് കൂടിയിട്ട് കാത്തിരുന്നിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2, what major blessings are coming for you? ഗ്രൂപ്പ് നമ്പർ 2, പുതിയ മാറ്റം പലപ്പോഴും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്തോളാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് അവിടെ പുതിയ സ്വഭാവങ്ങള് അൺലോക്ഡ് ആവുന്നുണ്ട്, നിങ്ങളുടെ പുതിയ ഇഷ്ടങ്ങള് അൺലോക്ഡ് ആവുന്നുണ്ട്, പുതിയ മാറ്റങ്ങളൊക്കെ അവിടെ അൺലോക്ഡ് ആവുന്നുണ്ട്. സോ പെട്ടെന്ന് അത് നിങ്ങൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്കും പെട്ടെന്ന് നിങ്ങളുടെ ഒരു ചേഞ്ച് ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. സോ ആളുകളുടെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ ഒരു ഓപ്പോസിഷൻ നിങ്ങൾക്ക് ചില സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ചിലതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു മാറ്റം നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ പോലും പോകെ നിങ്ങൾക്ക് അത് ഇഷ്ടമായിട്ട് വരും. കാരണം നിങ്ങൾ നിങ്ങളുടെ ഒരു ഓതന്റിക് സെൽഫിലേക്കാണ് കൂടുതൽ മുന്നോട്ട് വരുന്ന സമയത്ത് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് ഓതന്റിക് സെൽഫ് ആവുന്നത്? നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ ഗൈഡൻസ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ അവിടെ മസ്റ്റ് ആയിട്ട് എത്തിച്ചേരേണ്ട ചില കാര്യങ്ങളാണ്.
ഓക്കെ. സോ ഇതുവരെ നിങ്ങളുടെ ലൈഫിലുള്ള ചില ആളുകളൊക്കെ വിട്ട് കളയുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള വിഷമം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ആ ഒരു പ്രോസസ്സിലൂടെ പോയിട്ട് ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കും ആളുകളിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ പോയിട്ടുള്ളത് എന്നുള്ളത്. സോ ചില മാറ്റങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്കും റെക്കഗ്നൈസ് ചെയ്യാനോ നിങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനോ പറ്റിക്കൊള്ളണമെന്നില്ല, നിങ്ങൾക്കത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ റൈറ്റ് ഫേസിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്കത് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആ ഒരു കംപ്ലീഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ ഇതുപോലത്തെ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ചില ഒരു കോൺഫ്ലിക്ട്സ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിലും ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഇന്റേണലിയും ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ തോട്ട് പ്രോസസ്സിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, നിങ്ങളുടെ ഓർമ്മകൾ മാറുന്നുണ്ട്. ഓക്കെ, സോ അതുപോലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2. What major blessings are coming for you? Group number 2. What you can expect? So ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യണം, ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യണം. ഓക്കെ, സോ ചില ബേർഡൻസ് ഒക്കെ ഇറക്കി വെക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഓർമ്മകളായിരിക്കാം, എസ്പെഷ്യലി നിങ്ങളുടെ ഓർമ്മകൾ. ഓക്കെ, സോ കാരണം നിങ്ങളുടെ ബ്രെയിനിൽ വലിയ തോതിലുള്ള ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മകള്, നിങ്ങളുടെ മൈൻഡിലൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ചില ജീവികളൊക്കെ അവരുടെ സ്കിന്ന് കളയുന്നത് പോലെ, പുതിയ രൂപാന്തരപ്പെടലൊക്കെ ഉണ്ടാവുന്നത് പോലെ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ചില എന്താ പറയാ അതിന് രൂപാന്തരങ്ങളൊക്കെ നിങ്ങൾക്കും സംഭവിക്കുന്നുണ്ട്. എക്സാക്ട്ലി, ചില രൂപാന്തരങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് എ ന്യൂ ബേർത്ത് ഫോർ യു. അതാണ് നിങ്ങൾക്ക് പുതിയ എക്സ്പീരിയൻസ്, പുതിയ കാര്യങ്ങള്, പുതിയ ആളുകള്, പുതിയ ലൈഫ് സ്റ്റൈല്, ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ പ്രാക്ടിക്കലി കണക്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ സ്പിരിച്വലി അല്ലാണ്ട്, കാരണം ഞാൻ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്ന സമയത്ത് മേ ബി ചില ആളുകൾക്ക് അത്ര മനസ്സിലായിക്കൊള്ളണമെന്നില്ല. സോ നോർമലി നിങ്ങളുടെ ലൈഫിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ നിൽക്കുന്ന പ്ലേസിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കും. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ട് കളയേണ്ടതായിട്ടുണ്ടാവും, വിട്ട് കളയുന്നുണ്ടായിരിക്കണം. അത് നാച്ചുറലി മാറി നിൽക്കുന്നുണ്ടായിരിക്കണം. ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നാച്ചുറലി മാറി നിൽക്കുന്നുണ്ടായിരിക്കണം. ചില കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പം നിങ്ങളൊരു റീഡിംഗ് നോർമലി പറയുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല കണക്ട് ചെയ്യേണ്ടത്. അവിടെ ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള ചേഞ്ചസും അല്ലെങ്കിൽ ഒരുപാട് ഡിവൈൻ പ്രോസസ് അവിടെ സംഭവിക്കുന്നുണ്ട്, ഡിവൈൻ ടൈം അവിടെ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ നോർമലി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാൻ പോവാണ്, പുതിയ ആളുകളെയൊക്കെ മീറ്റ് ചെയ്യാൻ പോവാണെന്നൊക്കെ പറയുന്നത് പോലെ. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 2. What major blessings are coming for you? കുട്ടികൾ ഉണ്ടാവുന്നുണ്ട്. പ്രഗ്നൻസി ഒക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ യെസ്, പ്രഗ്നൻസി ഒക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ബി ഹാപ്പി. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്പെഷ്യൽ കെയർ, സ്പെഷ്യൽ ചേഞ്ചസ് ഒക്കെ നിങ്ങളുടെ ശരീരത്തിൽ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, പുതിയ ഇഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പുതിയ റിലേഷൻഷിപ്പ് നിങ്ങൾ മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, പുതിയ റിലേഷൻഷിപ്പിലേക്ക് വരിക, പുതിയ റൊമാൻസ് ഉണ്ടാവുക, നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവുക, നിങ്ങളുടെ ഹാർട്ട് ചക്ര കണക്ട് ചെയ്യുന്ന ഒരു എവേക്കൻ ആവുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഹാർട്ട് ചക്ര. ഓക്കെ, സോ അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതാണ് പുതിയ ആളുകളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരാനുണ്ട്. ചില ആളുകൾക്ക് അത് മാരേജ് ആണ്. ഓക്കെ, സോ മാരേജ് ഒക്കെ നോക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാരേജ് കൺഫേം ആവുന്നുണ്ട്. നമ്പർ 2. What major blessings are coming for you? Pregnancy, again a confirmation. Okay, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ ആണ് pregnancy. കുട്ടികളെ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ഇന്നർ ചൈൽഡ് സിറ്റുവേഷൻ, നിങ്ങളുടെ ഉള്ളിലുള്ള കുട്ടി ഗ്രോ ചെയ്യുന്നുണ്ട്, അതിന് പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മറക്കാനും ക്ഷമിക്കാനും പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹീൽ ചെയ്യാനും അതിലൊക്കെ വർക്ക് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. സോ ഒരു ഫാമിലിയിൽ എന്തൊക്കെ സന്തോഷങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് ഒരു മനുഷ്യൻ ഒരു കുടുംബത്തിൽ വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ബേസിക് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ അടുത്ത് നിന്ന് അത്ര ഒരു സ്നേഹം, കൺസിഡറേഷനും അല്ലെങ്കിൽ ചില ഫംഗ്ഷന്റെ ഒക്കെ ഒരു ഭാഗമാവുന്നുണ്ട്. സോ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയൊരു ഫംഗ്ഷൻ ആയിരിക്കാം, സ്പെഷ്യലി ഓർ എന്തെങ്കിലും കാര്യം ഫിക്സ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യേണ്ട ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലോ ഓർ നിങ്ങളുടെ ഫാമിലിയിലോ ഗ്യാദർ ചെയ്യുന്നുണ്ട്, കണ്ടുമുട്ടുന്നുണ്ട്.
ചില വെക്കേഷൻസ് നിങ്ങൾ പോകുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഫാമിലി ഒക്കെ ആയിട്ട് ചില വെക്കേഷൻസിലേക്കൊക്കെ നിങ്ങൾ പോകാനുള്ള ഒരു സാധ്യത നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ലൈഫിന്റെ ഒരു വണ്ടർലാൻഡിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, അവിടെ മാജിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. ചില കാര്യങ്ങളൊക്കെ മാജിക്കൽ ആയിട്ട് കണക്ട് ചെയ്യും. ചില ആളുകൾ തൊടുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് മാജിക്കൽ ആയിട്ട് തോന്നുന്നു പറയുന്നത് പോലെ ചില കാര്യത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വളരെ കൗതുകം തോന്നുന്ന എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ എഫേർട്ട്ലെസ്ലി സംഭവിക്കുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ അങ്ങനെ വലിയൊരു അറ്റൻഷൻ കൊടുക്കാതെ തന്നെ പല മാറ്റങ്ങളും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. എസ്പെഷ്യലി നിങ്ങൾ മിഡ് ഏജ് ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നുന്ന ചില എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആളുകളുടെ പ്രസൻസ് നിങ്ങൾ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനാവശ്യമായിട്ടുള്ള നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് ആയിട്ട് എടുക്കുന്ന ചില ചിന്തകളൊക്കെ മാറ്റാനുള്ള ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി ഇത് പ്രായമായിട്ടുള്ള ആളുകൾ കേൾക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അത്ര സന്തോഷം തരുന്ന ആളുകൾ അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും ഒരു കുട്ടിയാക്കി ജനിപ്പിക്കാൻ പറ്റുന്ന ചില എക്സ്പീരിയൻസും അതുപോലത്തെ മാറ്റങ്ങളും അതുപോലത്തെ കൗതുകകരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു കുറെ പീരീഡിന് ശേഷം നിങ്ങൾക്ക് പ്രത്യേകിച്ച് എക്സൈറ്റഡ് ആയിട്ട് ലൈഫിലൊന്നും സംഭവിക്കുന്നില്ല, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കുട്ടിത്വം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല, നിങ്ങൾ വലിയ സീരിയസ് ആയി പോയി, അല്ലെങ്കിൽ ഒരുപാട് പക്വത തോന്നുന്നു, പ്രായം തോന്നിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അതുപോലത്തെ ആളുകൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കാം. അതുപോലത്തെ സൈക്കിക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. നിങ്ങൾക്ക് ചില വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കോൺവെർസേഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കാം. സ്പെഷ്യലി ലൈക്ക് നിങ്ങൾക്ക് മാത്രം കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സ് കണക്ട് ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ ചില സൗണ്ട്സ് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഏതൊക്കെയോ രീതിയിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സൗണ്ട്സ് നിങ്ങൾക്ക് ഒരു ഗൈഡിയൻ ആയിട്ടോ ഗൈഡൻസ് ആയിട്ടോ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് മെയിൻലി എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ എന്തൊക്കെയാണോ നിങ്ങൾ ഒരുപാട് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് ആ തോട്ട്സ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സഹായം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളായിട്ട് ചില മാറ്റങ്ങൾ എടുക്കാന്നുള്ളതല്ല, അതിന് വേണ്ടിയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. നാച്ചുറലി നിങ്ങളുടെ ഉള്ളില് ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ നല്ല രീതിയിൽ സംഭവിക്കുന്ന കാര്യത്തിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കില്ല, അല്ലെ? നമ്മുടെ ലൈഫിലെ ബ്ലെസ്സിങ്ങിലേക്ക് നമുക്ക് നോക്കാൻ സാധിക്കില്ല. ഈവൻ വന്നാലും അഗെയിൻ അതിലും നമുക്ക് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടാവും. ഇത് സംഭവിക്കോ ഇല്ലയോ, ഇങ്ങനെ ആവോ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ആവോ എന്നുള്ള ഒരുപാട് തോട്ട്സ് ഉണ്ടായിരിക്കും. സോ അതൊക്കെ എറേസ് ചെയ്യാൻ പറ്റുന്ന ചില മാറ്റങ്ങൾ, ആ ഒരു കൺഫ്യൂഷൻ ഒക്കെ മാറ്റി വെക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇത്ര കാലമായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യാൻ പേടിച്ചിട്ടുള്ള ചില പ്രോബ്ലംസ് ഒക്കെ ഒരു റിയൽ ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ ഒരു റിയൽ പ്രോബ്ലം ആയിരിക്കാം, പക്ഷെ അതൊന്നും നിങ്ങൾക്ക് ഡീൽ ചെയ്യാനുള്ള ഒരു പേടി ഉണ്ടായിരിക്കാം. പലപ്പോഴും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെ? നമുക്കൊരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് പിന്നെ നമുക്ക് അതിലേക്ക് നോക്കാനേ തോന്നില്ല, നമ്മൾ ആ ഒരു പ്രശ്നം ഐഡന്റിഫൈ ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മളത് ആ ഒരു പ്രശ്നം നമ്മൾ ഹൈലൈറ്റ് ചെയ്യില്ല എവിടെയും. ആ ഒരു പ്രശ്നക്കാരാരാണെന്ന് അറിയാന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഒന്നും പ്രത്യേകിച്ചൊന്നും പറയില്ല, കാരണം നമ്മൾ അതിലേക്ക് ഇറങ്ങി വന്ന് എങ്ങനെ അത് കാര്യങ്ങൾ വരുന്ന ആലോചിച്ചിട്ടല്ലേ, ആ ഒരു പേടിയോട് കൂടിയിട്ട്. നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ അത്ര കാലമായിട്ട് പേടിച്ചിട്ടോ അല്ലെങ്കിൽ എന്ത് റീസൺസ് കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ വീണ്ടും എടുത്തു കൊണ്ടുവന്ന് അതൊക്കെ നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾ സോൾവ് ചെയ്യുന്നുണ്ട്. അതായിരിക്കും മേ ബി നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത്. നിങ്ങൾ ഡീൽ ചെയ്യണം, ഫേസ് ചെയ്യാൻ പേടിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ എടുത്തു വെച്ച് അത് നിങ്ങൾ സോൾവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ സോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് നിങ്ങൾ ചില റൈറ്റ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളെ കണ്ടുമുട്ടേണ്ടതായിട്ടുണ്ട്, നിങ്ങൾക്ക് ആ ഒരു സഹായം വേണ്ടതായിട്ടുണ്ട്. സോ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത്ര വലിയ ചാലഞ്ച് ആയിട്ട് ഒരു പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. റീലൊക്കേഷൻ ഉണ്ടാവുന്നുണ്ട്, ചിലകൾ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം, നിങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ വേറെ പ്ലേസിലേക്ക് നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടായിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ സാഹചര്യം ഒരുപാട് നിങ്ങൾക്കൊരു പ്രഷർ തരുന്നു, നിങ്ങള് ജോബ് മാറണം, നിങ്ങളുടെ വർക്ക് പ്ലേസ് മാറണം, നിങ്ങളുടെ വീട് മാറണം, നിങ്ങളുടെ സ്ഥലം വിൽക്കണം, സ്ഥലം മാറണം, കൺട്രി വിടണം, ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രഷർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് എന്തോ ഒരു മാറ്റം ലൊക്കേഷൻ വൈസ് എന്തൊക്കെയോ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലത്തെ ചില മാറ്റങ്ങൾ, ഇതുപോലത്തെ ഒരു പ്രഷർ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. സോ പുതിയ പ്ലേസിലേക്ക് വരാൻ, നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ പുതിയ ആളുകളെ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതുപോലെ തന്നെ പുതിയ പ്ലേസിലേക്ക് നിങ്ങൾ വരേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, പുതിയ കൺട്രി ആയിരിക്കാം, പുതിയ പ്ലേസ് ആയിരിക്കാം, അത് ഒരു കൂട്ടം ആളുകളായിട്ടാണ്, അത് നിങ്ങളുടെ ഫാമിലി ആയിട്ടായിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ചില ആളുകൾ ഉണ്ടാവുന്നുണ്ട് ആ ഒരു യാത്രയിൽ, നിങ്ങൾ ഒറ്റയ്ക്ക് ആയിരിക്കില്ല പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് ഗ്രൂപ്പ് നമ്പർ 2, അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 now. Hey, group number 3,
what major blessings are coming for you? Group number 3, very soon നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്, എസ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടാലൻസ് ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ അതിലൊക്കെ വളരെ ആക്റ്റീവ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു ടൈമാണ്. നിങ്ങൾക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ബ്യൂട്ടി, നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ കഴിവ്, ഇതിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് അറ്റൻഷൻ കിട്ടുന്ന ഒരു ടൈമിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ, നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ നോട്ടീസ് ചെയ്യുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. എസ്പെഷ്യലി നിങ്ങളുടെ പേഴ്സണാലിറ്റി, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി, നിങ്ങളുടേതായിട്ടുള്ളൊരു യുനിക് പേഴ്സണാലിറ്റി നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു ടൈമിലേക്കാണ് നിങ്ങൾ വരുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെ. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ബ്യൂട്ടി ആയിരിക്കാം. എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എന്റർടൈൻമെന്റ് മീഡിയ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ആങ്കറിങ്, മീഡിയ, മൂവി, ആക്ടിങ്, ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ പെർഫോം, ആങ്കറിങ് പോലത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനോ ഒക്കെ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പ്രത്യേക കഴിവുകളായിരിക്കാം. പാട്ട് പാടുക, ഡാൻസ് ചെയ്യുക, നിങ്ങളുടെ ചില കഴിവുകൾ, അതായത് നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി ഉള്ള ചില കാര്യങ്ങൾ, നിങ്ങൾ ബിൽഡ് ചെയ്തിട്ടുള്ളതോ നാച്ചുറലി നിങ്ങൾക്കുള്ള ചില കാര്യങ്ങളായിരിക്കാം. അത് ഈവൻ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് ആയിരിക്കാം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഫേസിലുള്ള ചില ഫീച്ചേഴ്സ്, നിങ്ങളുടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കണ്ണായിരിക്കാം, അട്രാക്റ്റീവ് ആയിട്ടുള്ള നോസ് ആയിരിക്കാം, ചിരി ആയിരിക്കാം, ഹെയർ ആയിരിക്കാം, നിങ്ങളുടെ ശരീരമായിരിക്കാം. ഓക്കെ, സോ എന്തോ ഒരു കാര്യം നിങ്ങളുടെ നാച്ചുറലി ഓൾറെഡി നിങ്ങളുടെ ലൈഫിലുള്ള അല്ലെ ഓൾറെഡി നിങ്ങൾക്കുള്ള ഇതുപോലത്തെ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്കൊരു ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്കൊരു ബ്ലെസ്സിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. വളരെ ആക്റ്റീവ് ആയിട്ട് പല കാര്യത്തിലും നിങ്ങൾ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, എവിടെ പോകുന്ന സമയത്തും, സോ നിങ്ങളൊരു ടീമിലേക്ക് വരുന്ന സമയത്ത്, ഒരു ഓഫീസിലേക്ക് വരുന്ന സമയത്ത്, എസ്പെഷ്യലി നിങ്ങളൊരു ഗ്രൂപ്പിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ടീച്ചിങ്, സംസാരം, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിനെ മാനേജ് ചെയ്യുക, ഒരു ടീമിനെ മാനേജ് ചെയ്യുക, അതുപോലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഈവൻ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു താല്പര്യമൊന്നും ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സ്റ്റേജ് റിലേറ്റഡ് ആയിട്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ അതുപോലത്തെ അറ്റൻഷൻ കിട്ടുക, അതുപോലത്തെ ചില പ്ലേസിൽ, മേ ബി ലൈക്ക് നിങ്ങളുടെ ഫാമിലിയിൽ അങ്ങനത്തെ എന്തെങ്കിലും ഫംഗ്ഷൻസ് നടക്കുന്നുണ്ടായിരിക്കും, റെസിഡൻസി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം, ഓർ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ അതുപോലത്തെ എന്തെങ്കിലും കാര്യമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു വെക്കേഷൻ ആയിരിക്കാം. നിങ്ങൾക്ക് കൂടുതൽ ഒരു അട്രാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള യാത്രകളോ ഫംഗ്ഷനോ നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിംഗ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ആൻഡ് അത് നിങ്ങൾക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ക്ലയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. റൈറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ സർവീസ് റൈറ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ മീഡിയാസ്, സോഷ്യൽ മീഡിയാസ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളതോ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പതിവില്ലാത്ത ചില അംഗീകാരങ്ങളും അറ്റൻഷനൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഹ്യൂജ് ഒരു ക്രൗഡിനെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ അത് മെയിൻലി ലൈക്ക് നിങ്ങളുടെ ഒരു പവറിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സോ അഗെയിൻ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്കുള്ള ഒരു കാര്യം, അത് ഈവൻ ചില ആളുകൾക്ക് നിങ്ങളുടെ ഡിസബിലിറ്റി ആയിരിക്കാം. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഒരു ഡിഫറെന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, അത് നിങ്ങളുടെ സ്കിൻ ടോൺ ആയിരിക്കാം, നിങ്ങളുടെ ശരീരത്തിലെ ചില കാര്യങ്ങളായിരിക്കാം, നിങ്ങളെ ഇൻസെക്യൂർ ആക്കിയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ വ്യത്യസ്തമാക്കിയിട്ടുള്ള ചില ഡിസബിലിറ്റി ആയിരിക്കാം. എന്താണ് നിങ്ങൾ റിലേറ്റ് ചെയ്യുക, അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ബ്യൂട്ടി ആയിരിക്കാം, നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആളുകളായിരിക്കാം. റൈറ്റ്, നിങ്ങളുടെ സംസാരം ഓർ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഒരു പവർ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളുടെ ഒരു ഓതന്റിക് പവറിലേക്ക് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് എന്ന് പറയുന്നതും അതാണ്. നിങ്ങൾ എവിടെ ചെല്ലുന്ന സമയത്തും നിങ്ങൾക്ക് ഒരു അറ്റൻഷൻ ഉണ്ടാവുന്നുണ്ട്, ഒരു റെസ്പെക്ട് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങളുടെ ഫാമിലിയിൽ വരുന്ന സമയത്തും ചില ആളുകളുടെ ലൈഫിലേക്ക് വരുന്ന സമയത്തും നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടാവുന്ന മാറ്റങ്ങളും നിങ്ങൾക്ക് ഒരുപാട് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ഒക്കെ ആയിട്ട് തോന്നുന്ന ചില കാര്യങ്ങളാണ്. ഓക്കെ, സോ നമ്മൾ ചില കാര്യങ്ങളൊക്കെ റൈറ്റ് ആയിട്ട് നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പവർ നമ്മൾക്ക് ഉണ്ടാവും അല്ലെ. നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാവും, ഒരു വളരെ കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവും. സോ ഇതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ഡ്രീംസ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസയർ ഗ്രാൻഡഡ് ആയിട്ട് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഒരു ലൈറ്റ് ഉള്ള സ്ഥലത്ത് നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ളൊരു
സിറ്റുവേഷനിലേക്കാണ് വരുന്നത്. അതൊക്കെ നിങ്ങളുടെ ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, അറിയപ്പെടുക, പ്രശസ്തിയിലേക്ക് വരിക. ഓക്കെ, അവിടെ നിന്ന് നിങ്ങൾക്ക് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവുക, മെറ്റീരിയൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുക, അതായത് ഫൈനാൻഷ്യൽ ചേഞ്ചസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഉള്ളിലുള്ള ഇതുപോലത്തെ കഴിവുകൾ നിങ്ങൾക്ക് ഫൈനാൻഷ്യലി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊരു ജോബ് സാധ്യതയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്, ഒരു ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റിയിലേക്ക് അത് ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത ചില പൊസിഷനിലേക്ക് വരേണ്ട പടിയിലേക്ക് നിങ്ങൾ കയറുന്നുണ്ട്, അങ്ങനത്തെ ഒരു സ്റ്റെപ്പിലേക്ക് നിങ്ങൾ കാല് വെക്കുന്നുണ്ട്. സോ നിങ്ങൾ വളരെ അറിയപ്പെടേണ്ട ആളുകളാണ് ഗ്രൂപ്പ് നമ്പർ 3 ഏതൊക്കെയോ ഒരു രീതിയിൽ. ഓക്കെ, സോ അത് ലൈക്ക് അവിടെ ഒരു കാര്യം സംഭവിക്കുന്ന സമയത്ത് വേറൊരു കാര്യങ്ങൾ, ഇപ്പൊ ഒരു നിങ്ങളുടെ ലൈഫിൽ അതുപോലെ ചേഞ്ചസ് ഉണ്ടാവുന്ന സമയത്ത് നാച്ചുറലി നിങ്ങളുടെ ഫൈനാൻഷ്യലും അതിന്റെ കൂടെ തന്നെ ഗ്രോ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണാലിറ്റി അതുപോലെ മാറുന്നുണ്ട്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ വളർന്നു വന്നിട്ടുള്ള ഒരു ചുറ്റുപാടിലായിക്കൊള്ളണമെന്നില്ല നിങ്ങൾ ഒരു സ്റ്റേജിൽ എത്തുന്ന സമയത്ത് ജീവിക്കുന്നുണ്ടായിരിക്കുക ഗ്രൂപ്പ് നമ്പർ 3. സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പോയിന്റിലേക്കാണ് നിങ്ങൾ വരുന്നത്. നിങ്ങൾ ഒരിക്കലും എങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഇല്ലാതിരുന്നത് നിങ്ങളുടെ കുട്ടിക്കാലത്തോ, നിങ്ങളുടെ ഒരു വലിയൊരു ലൈഫ് ടൈമിൽ നിങ്ങൾക്ക് എന്താണോ ഇല്ലാതിരുന്നത്, നിങ്ങൾ എന്താണോ ലാക്ക് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ അതിന്റെയൊക്കെ ഒരു അബാൻഡൻസിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണ്, അതിന്റെയൊക്കെ ഒരു റിച്ച് ഫോമിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്, അതിന്റെയൊക്കെ ആ ഒരു ലൈഫ് സ്റ്റൈലേ മാറുന്ന എക്സ്പീരിയൻസിലേക്ക് നിങ്ങൾ വരാൻ പോവാണ് ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, സോ എല്ലാവരും സോ നിങ്ങളുടെ ലൈഫിന്റെ അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്കാണ് നിങ്ങൾ എന്തൊക്കെ സിറ്റുവേഷനിൽ കൂടെ വരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ഡിഫറെന്റ് ഏജ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, പക്ഷെ നിങ്ങളുടെ ലൈഫിന്റെ ആ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ വരുന്ന ഒരു ടൈമാണ്. ഓക്കെ, ഒരു ലൈഫ് സ്റ്റൈൽ അതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ചില ആളുകൾ നിങ്ങൾ പൊളിറ്റിക്സ് ഒക്കെ റിലേറ്റഡ് ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ സോഷ്യൽ സർവീസ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില ആളുകളായിരിക്കാം. സോ അവിടെ നിങ്ങൾ സർവീസിൽ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, അവിടെ നിങ്ങൾ വളരെ കാര്യങ്ങൾ പ്രാക്ടിക്കലി കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്കൊരു കാര്യമുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യുന്നുണ്ട്, അവിടെ എങ്ങനെ ഫൈനാൻഷ്യലി മാനേജ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആ ഒരു രീതിയിൽ വളരെ ക്ലെവർ ആയിട്ടും വളരെ പ്രാക്ടിക്കൽ ആയിട്ടും ഒക്കെ കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. മേ ബി ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കണം ആ ഒരു കാര്യങ്ങൾ. സോ ഇത്ര കാലമായിട്ട് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാതെ നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കണം, അല്ലെ? സോ നിങ്ങളുടെ കഴിവുകളും നിങ്ങൾ അങ്ങനെ നോക്കിയിട്ടുണ്ടാവില്ല. ഈവൻ നിങ്ങളുടെ കഴിവുകൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അതെങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളത് അറിയുന്നുണ്ടാവില്ല. സോ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ മാർക്കറ്റിന് വേണം, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് വാങ്ങിക്കാൻ ആളുകളുണ്ട്. അത് എത്ര വേണമെന്നുണ്ടെങ്കിലും ക്യാഷ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ എത്ര വാല്യൂ കൊടുത്തിട്ട് അത് വാങ്ങിക്കാൻ ആളുകളുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഞാൻ ഒരു സ്റ്റോറിയാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നിട്ടുള്ളത്. മേ ബി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഈ ഒരു സ്റ്റോറി ഞാൻ ഇതിനു മുൻപ് നമ്മളുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു ഡയമണ്ട് ആണെന്ന് വിചാരിക്കുക. സോ നമ്മള് എവിടെ കൊണ്ടത് കൊടുക്കുന്നത്, ഇപ്പൊ ഡയമണ്ട് എന്താണെന്ന് അറിയാത്തൊരു ആളുടെ അടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു പച്ചക്കറി മാർക്കറ്റിലോ ഒരു മീൻചന്തയിലോ ഡയമണ്ട് കൊണ്ടു കൊടുക്കുന്ന സമയത്ത് മേ ബി അവർക്ക് അതൊരു കല്ലായിട്ടേ തോന്നുള്ളൂ, അല്ലെ? അവർക്ക് അതിന്റെ ഒരു വാല്യൂ അറിയണമെന്നില്ല. സോ അത് മനസ്സിലാക്കുന്ന ഒരാളുടെ അടുത്ത് കൊടുത്തിട്ട് ഡയമണ്ട് എന്താണ്, അതിന്റെ വാല്യൂ എന്താണ്, അതെങ്ങനെ സെല് ചെയ്യാം, അതെങ്ങനെ മാർക്കറ്റ് ചെയ്യാം, അതിന്റെ ഒരു വാല്യൂ മനസ്സിലാക്കുന്ന ഒരാളുടെ അടുത്ത് കിട്ടുന്ന സമയത്താണ് അത് എന്താന്നുള്ളത് മനസ്സിലാവുള്ളൂ, അല്ലെ? അതിന്റെ ഒരു കടമ അതിന് ചെയ്യാൻ സാധിക്കുള്ളൂ, അതിന്റെ ഒരു റിയൽ ഫോമിൽ അതിന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, റൈറ്റ്? സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇത്ര കാലമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കഴിവുകൾ അത് ഒന്നുകിൽ അത് മനസ്സിലാക്കാത്ത ഒരു പ്ലേസിലായിരിക്കാം നിങ്ങൾ നിന്നിട്ടുണ്ടായിരിക്കുക, നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലായിട്ടുണ്ടാവില്ല. സോ മനസ്സിലാക്കാത്ത ആളുകൾക്കായിരിക്കാം നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കുക. സോ പല രീതിയിൽ നിങ്ങൾ അത് റിലേറ്റ് ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾ എന്താന്ന് പോലും മനസ്സിലാക്കിയിട്ടില്ല. ഇത്രയൊരു സിറ്റുവേഷനിൽ നിങ്ങളുടെ കൂടുതൽ ആളുകളും അത് മേ ബി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവില്ല വേണ്ട രീതിയിൽ. ഓക്കെ, സോ ഇനി നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കഴിവ് എന്താണോ, നിങ്ങളുടെ ഒരു ഹിഡൻ ടാലന്റ് എന്താണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കഴിവ് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസിൽ നിങ്ങളെ കൊണ്ടുവെക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. സോ അതുപോലത്തെ ഒരു മാറ്റം ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ പല കാര്യങ്ങളും ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും, പല കാര്യങ്ങളും റൈറ്റ് ആയിട്ട് സംഭവിക്കുന്നതായിട്ട്, റൈറ്റ് പ്ലേസിലുള്ളതായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ചില കാര്യത്തിൽ നിന്നൊക്കെ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങൾ ഒരു നോർമൽ ലൈഫിലേക്കല്ല നിങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് ലീഡ് ചെയ്യുന്നത്. എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലില് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ,
Tip number 3, what major blessings are coming for you? ചില ആളുകൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ വേണം, നിങ്ങൾക്ക് എന്തൊക്കെയോ കഴിവുകൾ ഉണ്ട്, നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാവും അല്ലെ. ചില ആളുകൾ നിങ്ങൾ അങ്ങനെ പുഷ് ചെയ്യാൻ നിങ്ങൾ മാക്സിമം ചെയ്തിട്ടുണ്ടായിരിക്കണം, ക്ഷമയോടുകൂടി, അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുത്ത് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കണം. പക്ഷെ അതിനൊക്കെ ഉള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ നിങ്ങൾ അങ്ങനെ ജെന്യൂൻ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ എഫേർട്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കത് ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് സെർവ് ചെയ്യുന്ന ഒരു ടൈമിലേക്കാണ് നിങ്ങൾ വരുന്നത്. നിങ്ങളുടെ ടേബിളിൽ അത് നിങ്ങൾക്ക് ഉണ്ടാവും. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ ആ ഒരു കഷ്ടപ്പാടോ നിങ്ങളുടെ ആ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ടാലൻസോ ആർക്കും ഫെയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾക്കൊരു യൂണിക് ആയിട്ടുള്ള ചില സ്കിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് ആളുകൾ ചെയ്യുന്നതായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് അതിൽ എന്തൊക്കെയോ യൂണിക് ആയിട്ടുള്ള ഒരു ടാലൻസ് ഉണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സൈക്കിക് എബിലിറ്റി ഒക്കെ ഉള്ള ആളുകളാണ്, സൈക്കിക്കലി കണക്ട് ചെയ്യുന്ന ആളുകളാണ്, താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ലൈഫിന്റെ ഒരു A to Z സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കാം അല്ലെ. ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം, ഒരുപാട് ശ്രമിച്ചു നോക്കിയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കണം ഗ്രൂപ്പ് നമ്പർ 3. സോ നിങ്ങൾ അങ്ങനെ ജെന്യൂൻലി എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് എഫേർട്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ഗോ എനിവെയർ. സോ ചില സിറ്റുവേഷൻസിന്റെ ഒക്കെ എൻഡ് ആവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ വരുന്നത്. ചില സിറ്റുവേഷനൊക്കെ എൻഡ് ആവുകയാണ്, നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് വലിയൊരു ബ്ലെസ്സിങ് സംഭവിക്കുന്നത് ഇത്ര കാലമായിട്ട് നിങ്ങൾക്ക് പല പല റെസ്പോൺസിബിലിറ്റി, പല പല കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ഷോൾഡറിൽ പല വെയിറ്റ്സ് ഉണ്ടായിരിക്കാം, പല ഭാരങ്ങൾ ഉണ്ടായിരിക്കണം. സോ അതൊക്കെ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലും നിങ്ങൾക്ക് ഇറക്കി വെക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളൊരു ബേർഡൻ ആയിട്ട് കൊണ്ട് നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, അത് ആക്ച്വലി ബേർഡൻ ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല. അത് ഈവൻ ചില ആളുകളായിരിക്കാം നിങ്ങള് വലിയ കാര്യമായിട്ട് നിധിയായിട്ട് കൊണ്ടു നടന്നിട്ടുള്ളത് ആവശ്യമില്ലാത്ത ആളുകളെ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ. അതൊക്കെ നിങ്ങൾക്ക് ഇറക്കി വെക്കാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞത് നിങ്ങൾ റിലേറ്റ് ചെയ്യാം, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാത്ത ആളുകളുടെ മുന്നിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലേസിലോ നിങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈവൻ നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും, പക്ഷെ നമ്മൾ ജെന്യൂൻലി ചില സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ടെങ്കിലും ചില സാഹചര്യങ്ങൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും അതിന്നൊക്കെ. ഓക്കെ, സോ നിങ്ങൾക്ക് അതുപോലത്തെ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് പല ആളുകളും നിങ്ങളുടെ ഒരു ടാലൻസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇനി മുന്നോട്ട് വന്നിട്ട് പല കാര്യങ്ങളും നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട്. കൊടുക്കുന്ന എഫേർട്സിന് അനുസരിച്ചിട്ടുള്ള ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഓർ മേ ബി നിങ്ങൾ ഡയമണ്ട്സ് വാങ്ങിക്കുന്നുണ്ട് ഗ്രൂപ്പ് നമ്പർ 3. ഡയമണ്ട്സ് ഓർ ഇറ്റ്സ് നോട്ട് ഗോൾഡ്, പക്ഷെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇതുപോലത്തെ എന്തൊരു മെറ്റീരിയൽ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. ഡയമണ്ട്, ലെറ്റ് മീ നോ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, കാരണം നിങ്ങളായിട്ട് പ്രഷർ കൊടുത്ത് എവിടെയും പോകുന്നതല്ല. നിങ്ങൾ റൈറ്റ് പ്ലേസിൽ കൊണ്ടുവെക്കുന്ന ചില ഡിവൈൻ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ അങ്ങനത്തെ ഒരു യാത്രയിലാണ് ഈ ഒരു സമയം. സോ നിങ്ങൾ അങ്ങനത്തെ ഒരു യാത്രയിലാണ് ഈ സമയം പോകുന്നുണ്ടായിരിക്കുക. അതുകൊണ്ടാണ് ചില അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ചേഞ്ചസും നിങ്ങൾ പോലും എഫേർട്സ് കൊടുക്കാത്ത പക്ഷെ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കാം, മാറ്റങ്ങളായിരിക്കാം. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പെട്ടെന്ന് ഉണ്ടാവുന്ന ഫൈനാൻഷ്യൽ ചേഞ്ചസ് നിങ്ങളുടെ വലിയൊരു ബ്ലെസ്സിംഗ് ആണ്. ഒന്ന് കൂടുതൽ ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് വരിക. നിങ്ങളൊരു ജോബ് ചെയ്യുന്നുണ്ടായിരിക്കണം, അതിന്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. നിങ്ങൾ ഫൈനാൻഷ്യലി ഒരുപാട് പ്ലേസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടായിരിക്കണം. എസ്പെഷ്യലി നിങ്ങൾ ഡയമണ്ട് പോലത്തെ എന്തെങ്കിലും കാര്യം, ഓർണമെന്റ്സ്, റിംഗ് ആയിരിക്കാം, ഓർണമെന്റ്സ് ആയിരിക്കാം, ഓർ സംതിങ് ലൈക്ക് യു ആർ ബൈയിങ് ഫോർ യുവർ സെൽഫ്. ഓക്കെ, ഗോൾഡ് കോയിൻ, സ്പെഷ്യലി ഒരു റിംഗ് നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കാം. ഓർ റിംഗ് ഒരു ബ്ലെസ്സിംഗ് ആണ് നിങ്ങൾക്ക്. ഓക്കെ, അത് മേ ബി ലൈക്ക് കമ്മിറ്റ്മെന്റ് ആയിരിക്കാം. ചില ആളുകൾക്ക് ഒരു ഹയർ ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റ്, അത് നിങ്ങളുടെ തന്നെ കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ആയിരിക്കാം. ഓർ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കമ്മിറ്റ് തരുന്ന ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ്. നിങ്ങളുടെ ഈ ഒരു ബ്ലെസ്സിംഗ് അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റോറിയിൽ നിങ്ങളാണ് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അവിടെ ബാക്കി എല്ലാ കാര്യത്തിനെയും കാട്ടി കൂടുതൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സക്സസ്, നിങ്ങൾ ഉണ്ടാക്കുന്ന ഫൈനാൻഷ്യൽ ചേഞ്ചസ്, നിങ്ങൾ നേടിയെടുക്കുന്ന മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഒരു ലൈഫിന്റെ ഒരു ലൈഫ് ചേഞ്ചിൽ ഉണ്ടാവുന്ന, ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാവുന്ന ഒരു മാറ്റങ്ങളിലേക്കൊക്കെയാണ് നിങ്ങൾ വരുന്നത്. ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ഒരു ലെവലിന് മേലോട്ട് ഉയരുന്ന ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, സോ നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് ഗ്രൂപ്പ് നമ്പർ 3. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.